പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്, പണി നഷ്ടപ്പെട്ടവരുണ്ട്, പണി നഷ്ടപ്പെടുത്തിയവരുണ്ട്, പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മാതാവേ, അവരോട് കൂടെ പോവുകയും പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ.
അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. വെള്ളമില്ലാത്തവർ ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തവർ, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കും. കർത്താവ് ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾക്കതിനുള്ള യോഗ്യത ഉണ്ടാകും ചിന്തിക്കണം. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന മുമ്പ് നിൽക്കണം, നിങ്ങൾക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകാനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാ അച്ഛനല്ലേ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ആൾത്താറയിലോട്ട് പറഞ്ഞു വരേണ്ടത്, ആ അച്ഛൻ തന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഈ തോട്ടിയിട്ട് പുറകോട്ട് വലിക്കണത്? അതല്ല പ്രശ്നം. ഇങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നവർക്ക് ഒരു രോഗമെന്ന് വിചാരിച്ചോ, രോഗം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇന്ന് ഞാൻ പള്ളിയിൽ പോയില്ല, ഇന്ന് എനിക്ക് മേലായിരുന്നു, കർത്താവിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ രോഗം മാറ്റി എന്നെ കൊണ്ടുപോയനല്ല. അതായത് നമുക്കൊരു ചെറിയ ക്ലേശം വന്നപ്പോൾ ഉടനെ കർത്താവിൻ്റെ ആവശ്യമായി നമ്മൾ പള്ളിയിൽ ചേരണത്. എന്നുവെച്ചാൽ അവരൊരു പരിഭവം പറയണേ. എൻ്റെ മക്കളെ, എന്തെങ്കിലും തരത്തിൽ പെറുപെറുപ്പ, ഏതെങ്കിലും ഇപ്പം ദൈവത്തോട് ഏതെങ്കിലും വിഷയത്തിൽ പെറുപെറുത്ത് പോയാൽ ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഏണിയും പാമ്പും കളി പോലെയാണ്. ഏണിയും പാമ്പ് കളിയിൽ 6, 2, 3 എന്നൊക്കെ പറഞ്ഞ കുത്തുകളുള്ള പുള്ളിയില്ലേ, അപ്പോൾ അത് നമ്മളിങ്ങനെ ഇട്ടിട്ട് കഴിയുമ്പോൾ ഒരു 5 വീഴും, മറിഞ്ഞു വരും 5 നമ്മൾ 1, 2 എന്നും പറഞ്ഞ് നമ്മുടെ ഇതെടുത്ത് നമ്മുടെ കോയിനെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ 5 ആകുമ്പോൾ ഒരു ഏണി കിടക്കും. ഏണി പോയി 98 നിൽക്കും. വെറും 5 ഇട്ടതേ ഉള്ളൂ. നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ഒരു കയറ്റം വരും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഡിവൈഡ് ഓഫ് അവർ ഇൻട്രസ്റ്റ്, നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഓർത്തിട്ടല്ല, ദൈവത്തെ ഓർത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗ്രാഫ് ഉയരണ കാണാം. പിന്നെ നമ്മളിങ്ങനെ പൊള്ളിവെച്ചാൽ ഒരെണ്ണം ഇട്ടാൽ മതി, ഇട്ടുമ്പോൾ ഒരെണ്ണം കിട്ടി, ഒരെണ്ണം കിട്ടിയപ്പോൾ 98 99 കയറും. അപ്പോൾ അവിടെ പാമ്പ് ഇരിക്കണ കാണാം, അവൻ കൊത്തിക്കൊണ്ടുവന്ന് 2 കൊണ്ടുവന്ന് വെക്കും, തീർന്നു. അതെന്താ കാര്യം? ഒരു പരിഭവം മതി. അതാണ് വിഷയം, പരിഭവം. പല ആൾക്കാരും പണിമെടിക്കണ പെരുവെറുപ്പും പരിഭവം കൊണ്ടാണ്. പെരുവെറുപ്പും പരിഭവം എന്തിനാണ്? വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു സാധനമാണ് ഈ പെരുവെറുപ്പും പരിഭവം എന്ന് പറയുന്നത്. എന്നാൽ 98% ആൾക്കാർക്കും പെരുവെറുപ്പും പരിഭവമുണ്ട്. പ്രത്യേകിച്ച് വലിയ ആധ്യാത്മികമായ ജീവിതം ജീവിച്ച് കൂട്ടുന്ന ആൾക്കാർ എന്ന് അവർ സ്വയം കരുതുന്ന ആൾക്കാരില്ലേ, അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഇത്രയുമൊക്കെ ദൈവമെന്നും പറഞ്ഞ് നടന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചല്ല, കുറേ ഒഴിവാക്കിയല്ല, ഞാൻ കുറേ പേരോട് ക്ഷമിച്ചല്ല, ഞാൻ കുറേ കാര്യങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തല്ല, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താ ഇതുപോലെയുള്ള ക്ലേശങ്ങൾ മാറണമെന്ന് മകൻ കൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ മനസ്സ് വിചാരിച്ചാൽ മതി. ബൈബിളിൻ്റെ ഏറ്റവും വലിയ ഗതികേട് മനസ്സ് വിചാരിപ്പുകാർ കെണി വീണതാണ്. മനസ്സ് വിചാരിച്ച കെണിയിലായിപ്പോവും. അപ്പോൾ ഇത് ആ മനസ്സ് മലീമസമായ മനസ്സാണ്. അതുകൊണ്ടാണ് ആ മനസ്സിൽ അങ്ങനെ വിചാരം വേണ്ടത്. കർത്താവിൻ്റെ സുവിശേഷത്താൽ പരിശുദ്ധമായിട്ടുള്ളൊരു മനസ്സല്ലത്. അത് ലോകാരൂപികാലും ലോക നേട്ടങ്ങളാലും കൊളസ്ട്രോൾ പിടിച്ചൊരു മനസ്സാണത്. അതുകൊണ്ടാണ്
ചില കാര്യങ്ങൾക്ക് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ, കാരണം നമുക്കൊരു ക്ലാസ് ഇപ്പോൾ ഞങ്ങളൊക്കെ എനിക്ക് ആവശ്യം ഞങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ കുറേ ടെൻഷൻ പിടിച്ചുള്ള കുറേ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിഡ്നിയുടെ അസുഖമൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾക്ക് കിഡ്നിയുടെ അസുഖമല്ലേ വന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡയറ്റൊക്കെ കീപ്പ് ചെയ്ത് പോയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോകാൻ, ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്പം എനിക്ക് പനി വരും. എന്നാൽ ഞാൻ ഈ ഒരു 30 ദിവസം ആൾക്കാരെ തന്നെ ഉണ്ടല്ലോ കർത്താവിൻ്റെ ജോലി ചെയ്യണത്. ഞാനിങ്ങനെ വീഴുമ്പോഴൊക്കെ ഒരിക്കലും കർത്താവിനൊരു വാക്കും പറയത്തില്ല. കാര്യം എന്താ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുർബാന കയ്യിലെടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വൈദികൻ എന്താ പറയണത്? ദിസ് ഈസ് മൈ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീഡിത ശരീരമാണ്, മുറിക്കപ്പെട്ട ശരീരമാണെങ്കിൽ അത് ആരുടെ ബോഡിയാണ്? കർത്താവിൻ്റെ ശരീരമാണ്. ഒരു വേദനപ്പെട്ട ശരീരമാണെങ്കിൽ അതാരാണ്? കർത്താവിൻ്റെ അപ്പമാണ് വേദനപ്പെട്ട ശരീരം എന്ന് പറയുന്നത്. നമുക്കൊത്തിരി കാലം ഇങ്ങനെ സഹിച്ചു പോകാൻ പാടായിരിക്കും. എന്നാലും വേദനപ്പെട്ട ശരീരം ഒരു നിമിഷം പറഞ്ഞാൽ ഇത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈശോ അപ്പം നമ്മളെ കുർബാന അപ്പമാക്കി മാറ്റും. ഈശോ അവിടെ ഇരുന്നേച്ചും പറയും ദിസ് ഈസ് മൈ ബോഡി എന്ന്. അതാണ് വിഷയം. ആ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നവരെ കുറിച്ച് ഞാൻ ആദ്യം വഴക്കിട്ട് പറഞ്ഞില്ലേ, എന്താ കാര്യം എന്നറിയാമോ? ഡെയിലി കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത ആദ്യം മേടിക്കണം. അല്ലാതെ ഒബ്സഷനായിട്ട് പോകരുത്. ഈ ഒബ്സസീവ് കമ്പൽസീവ് റിയാക്ഷൻ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഏതാണ്ട് അനാമത്ത് സംഭവിച്ച പോലെ തോന്നുന്നില്ല. അത് മാനസിക രോഗമാണ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒബ്സഷൻ ഉണ്ടായിന്, ആ ഒബ്സഷൻ തന്നെ നമ്മളെ കമ്പൽ ചെയ്യുന്നുണ്ട്. അതാണ് ഒബ്സസീവ് കമ്പൽസീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസ്പാകും. അത് ഒബ്സഷനാണ്, മാനസിക രോഗമാണ്. വലിയ ഭ്രാന്തൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ തരം സൈലൻ്റ് ഭ്രാന്താണ്. അങ്ങനെ ഒരു സാധനത്തിനും നമ്മൾ അടിമപ്പെടരുത്. അടിമപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം നോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്? ആദ്യം തന്നെ ചെയ്യേണ്ട ഇതാണ്. ഇപ്പം ഇന്നെനിക്ക് പോകത്തില്ല, ഇന്നെനിക്ക് പീരീഡ്സാണ്, അപ്പോൾ ഇത് 3 ദിവസമായി, ഞാൻ എനിക്ക് പീരീഡ്സ് ആയില്ല, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഉടമ്പടി ഉപ്പും തേച്ച് ഉടമ്പടി തൈലവും തേച്ച്, എന്നിട്ടും എൻ്റെ പീസ് മാറുന്നില്ലല്ലോ. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരിക്കൽ പറഞ്ഞാൽ പോലും പറയല്ല വേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മയില്ലേ, അതെടുത്ത് കൊളോസോസ് 1:24. കൊളോസോസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ പോരായ്മ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നികത്തേണ്ടതാണ്. അങ്ങനെ നികർത്തിക്കഴിഞ്ഞത് ദൈവം തോന്നിക്കഴിഞ്ഞാൽ ഈശോയ്ക്ക് അത് സത്യസന്ധമായിട്ടാണ് സമർപ്പണമെന്നുണ്ടെങ്കിൽ ഈശോ പറയും ദിസ് ഈസ് മൈ ബോഡി എന്ന് പറയും. എന്താ കാര്യം? നമ്മൾ പറഞ്ഞു ഈ സകലം ഞാൻ കർത്താവിൻ്റെ ശരീരത്തോട് ചേർത്ത് വെക്കണം എന്ന് പറയുമ്പോൾ ഈശോ പറയും ദിസ് ഈസ് മൈ ബോഡി. അപ്പോൾ നമ്മളാരായി മാറും? ദൈവം ഇപ്പോഴും എടുത്തുയർത്തി പരപിതാവിന് അർപ്പിക്കുന്ന കുർബാന അപ്പമായിട്ട് നമ്മൾ മാറും. ക്രിസ്ത്യാനിറ്റിയിൽ നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടല്ലോ മക്കളെ, അതൊരു പുണ്യമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമം.